പ്രതിരോധം വെടിഞ്ഞ് ആക്രമണത്തിലേക്ക് കടക്കാൻ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സേനാ തലവൻ. പ്രകോപനമുണ്ടായാൽ വലിയ തിരിച്ചടി നൽകുമെന്നും ഹമാസിനെ ഇല്ലാതാക്കാനും ഗാസയെ നിരായുധീകരിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നും സൈനിക മേധാവി പറഞ്ഞു. ഗാസയിലെ സമാധാന പദ്ധതി മുന്നോട്ടു പോകുന്നതിനിടെയാണ് മുന്നറിയിപ്പ്. സംഘർഷം അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള സമയമാണെന്ന് സൗദി വിദേശകാര്യ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ഇസ്രായേൽ സേനാ തലവന്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രതിരോധം വെടിഞ്ഞ് ആക്രമണത്തിലേക്ക് കടക്കാൻ തയ്യാറാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ സേനാ തലവൻ പറയുന്നത്. പ്രകോപനമുണ്ടായാൽ വലിയ തിരിച്ചടി നൽകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഹമാസിനെ ഇല്ലാതാക്കാനും ഗാസയെ നിരായുധീകരിക്കാനുമുള്ള ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്നും സൈനിക മേധാവി ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഗാസയിലെ സമാധാന പദ്ധതി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ തലവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് എത്തുന്നത്. സംഘർഷം അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള സമയമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഗാസയിൽ സമാധാനത്തിന്റെ ഒരു പാത സ്വീകരിക്കുന്ന ഒരു സമയത്താണ് ഇസ്രായേൽ സേനാ തലവന്റെ ഈ ഒരു മുന്നറിയിപ്പ് എത്തുന്നത്. പ്രതിരോധം വെടിഞ്ഞ് ആക്രമണത്തിലേക്ക് കടക്കാൻ തയ്യാറാണ് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും പ്രകോപനമുണ്ടായാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേനാ തലവൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഗാസയെ നിരായുധീകരിക്കാനുള്ള ലക്ഷ്യങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഈ ഒരു മേധാവി പറഞ്ഞിട്ടുണ്ട്. ഗാസയിലെ സമാധാന പദ്ധതി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് എത്തുന്നത്. സംഘർഷം അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള സമയമാണിത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ സേനാ മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇടുക്കി മൂന്നാർ മാലിന്യ പ്ലാന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും BJP പ്രവർത്തകരും പ്ലാന്റിന്റെ മുൻപിൽ നടത്തിവന്ന സമരം താൽക്കാലികമായി